മിക്ക ആൾക്കാർക്കും സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം അവിയലാണ്. അപ്പൊ ഇന്ന് നമുക്ക് അസാധ്യ രുചിയിലുള്ള ഒരു സദ്യ അവിയൽ റെസിപ്പി കണ്ടാലോ? അവിയലിന്റെ ടേസ്റ്റ് കൂടാനുള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് നമ്മൾ അവസാനം ചേർക്കുന്നുണ്ട്. കൂടാതെ വീഡിയോയിലുടനീളം അതിന്റെ ടേസ്റ്റ് കൂടാനുള്ള ടിപ്പുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. 2 പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ചേനയും ഏത്തക്കയും ഒഴിവാക്കരുത്. പിന്നെ പയറിന് പകരം ഞാനിവിടെ ബീൻസ് ആണ് എടുത്തേക്കുന്നത്. പർപ്പിൾ കളറിലെ ബീൻസ് ആണ്. കൊത്തമര വേണേലും എടുക്കാം. പിന്നെ മുരിങ്ങയ്ക്കായ, പടവലങ്ങ, ചേമ്പ്, വെള്ളരിക്ക, ഒരു ചൊരയ്ക്ക. അപ്പോൾ ചൊരയ്ക്കയൊന്നും ഇത്രയും വേണ്ട, നമ്മുടെ ആവശ്യത്തിന് മുറിച്ചെടുക്കുക. കൂടാതെ ഞാൻ 2 ക്യാരറ്റും ഒരു വഴുതനങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ സദ്യ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഓട്ടുരുളിയാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഒരു സദ്യ ഉണ്ടാക്കുവാണേ. മോന്റെ പിറന്നാൾ സദ്യയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അവിയലാണിത്. അപ്പൊ കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക. മുരിങ്ങയ്ക്ക ഇങ്ങനെ 2ആയിട്ട് പിളർന്നാണ് എടുത്തേക്കുന്നത്. പിന്നെ ഏത്തക്കയും ചേനയും ഇട്ടിട്ടുണ്ട്. ഏത്തക്കയുടെ തൊലി ചെത്തണ്ട, അതിന്റെ സൈഡ് മാത്രം ഒന്ന് ചെത്തി കൊടുത്താൽ മതി. പിന്നെ കൂടാതെ ക്യാരറ്റും വഴുതനങ്ങയും ചൊരക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം ഉരുളിയിലേക്ക് ഇട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്തേക്കുന്നത്. അതൊരു കളർ കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിനി അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഈ കഷ്ണങ്ങളിൽ അത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ അവിയൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അവിയലിനേക്കായും ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ സദ്യ അവിയൽ ഞാൻ എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാക്കാറ്. എന്നിട്ട് ഒരു പിടി കറിവേപ്പിലയും 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമായി പോകരുത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളൊരു വാഴയില വെച്ച് മൂടി ആണ് വേവിക്കുന്നത്. വാഴയില വെച്ച് മൂടുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദുണ്ട്. പിന്നെ അരപ്പിനായിട്ട് 1.5 നാളികേരം ചിരകിയതും 1 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും 4 ചുമന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങൾ വെന്തോന്ന് ഒന്ന് നോക്കാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഏകദേശം അരവേവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇളക്കി മറിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലാതെ ഒത്തിരി ഈ കയ്യിലൊന്നും വെച്ച് ഇളക്കി പൊടിച്ചു കളയണ്ട അവിയലിന്റെ കഷ്ണങ്ങൾ. ചില കഷ്ണങ്ങളൊക്കെ വെള്ളരിക്കയൊക്കെ ആവി കയറി കഴിയുമ്പോൾ തന്നെ അത് വെന്ത് പൊടിഞ്ഞു പോകും. ചില ചേനയുണ്ട് പെട്ടെന്ന് വേവുന്നത്. ചില ചേനയ്ക്കാണെങ്കിൽ വേവാൻ താമസമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഉപ്പിട്ട് കൊടുക്കാത്തത്. അപ്പം ചില ചേന വേവില്ല ഉപ്പിട്ട് കഴിഞ്ഞാല്. അപ്പോൾ നമ്മളിപ്പോഴും ഉപ്പിട്ടിട്ടില്ല. അപ്പൊ ഈ സമയത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ എല്ലാം അരവേവായി. അപ്പൊ അതിന്റെ ടേസ്റ്റ്, അവിയലിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു സൂത്രം ചേർക്കുന്നുണ്ട്. അത് കുതിർത്ത് വെച്ച കാഷ്യൂനട്ട്സ് ആണേ. അതൊരു പിടിയോളം നല്ല നമ്മുടെ ഒരു കൈ നിറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമാങ്ങ, വളരെ കുറച്ച് പച്ചമാങ്ങ, ഒരു 1/4 മുറിയിലും താഴെ ആണ് എടുത്തേക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതൊന്ന് മൂടി വെച്ച് വീണ്ടും വേവിക്കുവാണ്. ചിലർ കശുവണ്ടി പരിപ്പിന് പകരം വേവിച്ച കടല ചേർക്കാറുണ്ട്. പക്ഷെ എനിക്ക് സദ്യ അവിയലിന് കശുവണ്ടി പരിപ്പ് ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ കളർ കുറവായിട്ടെന്ന് തോന്നിയത് കൊണ്ട് ഒരു 1/2 ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തു. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും കഷ്ണങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഉപ്പ് എല്ലായിടവും എത്തവും വേണം, എന്നാൽ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാവുന്നതാണ്. പക്ഷെ പച്ചവെള്ളം ഒഴിക്കരുത്. ഈ സമയത്ത് ചൂടുവെള്ളമേ ഒഴിക്കാവുള്ളൂ. കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് പറയുന്നത്. സ്ഥിരമായിട്ട് കുക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയലിന്റെ ടേസ്റ്റ് മാറിപ്പോവും ഈ സമയത്ത്. അപ്പൊ എല്ലാം കൂടെ ഞാൻ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവാണേ. ഇപ്പൊ ഒരു 2-3 മിനിറ്റും കൂടെ കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാഷ്യൂനട്ട് ഒന്ന് എടുത്ത് ഒടിച്ചു നോക്കാം. ഇത് നന്നായിട്ട് ഒടിഞ്ഞു വന്നിട്ടുണ്ട്. അതല്ലേ നമ്മൾ അവസാനം ചേർത്ത്. എന്നിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചേനയൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം ഒട്ടും അരിഞ്ഞു പോകാൻ പാടില്ല. അരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിയലിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെയാണ് അത് ക്രഷ് ചെയ്തെടുത്തത്. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമ്മൾ മൂടി വെച്ച് 2-3 മിനിറ്റും കൂടെ അതിൽ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ സാവധാനം ശ്രദ്ധയോടുകൂടിയാണ് ഇനി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പൊ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തത് കൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സ്പീഡിലൊക്കെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവും. അപ്പൊ അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സാവധാനം ഇങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇളക്കിയിട്ട് കൊടുക്കണം. ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 2-3 ഐറ്റം കൂടി നമുക്ക് ഈ അവിയലിൽ ചേർക്കാനുണ്ട്. അതും കൂടി ആകുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് അവിയലായി നമുക്ക് കിട്ടുന്നത്. ഈ അരപ്പൊക്കെ നന്നായിട്ട് അവിയലിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ പച്ചമാങ്ങ ചേർത്തത് കൊണ്ട് ഇപ്പോൾ തൈരിന്റെ പുളി നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. തൈരും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഈ അവിയലിന് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പൊ സദ്യ അവിയലിന് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം എന്താണേലും. അവസാനം മാങ്ങ ചേർത്താലും നമ്മളൊരു ശകലം തൈര് ചേർത്ത് കൊടുക്കുമ്പം അതിനൊരു പ്രത്യേക സ്വാദാണ്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തില് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ അതിന്റെ മുകളിലേക്ക് ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇനി മിക്സ് ചെയ്യില്ല. നമ്മൾ വീണ്ടും നമ്മുടെ വാഴയില വെച്ച് മൂടി ഒരു അരമണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കണം. അപ്പോഴാണ് ഈ കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും ഒക്കെ സ്വാദ് നമ്മുടെ അവിയലിലേക്ക് പിടിക്കുന്നത്. അപ്പോൾ ഒട്ടും കൊഴിഞ്ഞു പോകാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സദ്യ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു അവിയൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇത്തവണ ഓണത്തിന് ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക്